ഹായ് ഗൈസ്, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നൊരു കൺസെപ്റ്റാണ് ഗാർബേജ് കളക്ഷൻ. ഇതും അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ സ്റ്റാക്കിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം സ്റ്റാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചാൽ അതൊരു ഷോർട്ട് ലീവിങ് മെമ്മറി ആണെന്ന് പറഞ്ഞു. പിന്നെ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻ കോൺടെസ്റ്റ് ഫിനിഷ് ആയാലും അത് ഓട്ടോമാറ്റിക്കായി തന്നെ പോപ്പപ്പ് ആവും. അതുകൊണ്ട് സ്റ്റാക്ക് സൈഡിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും മാനേജ് ചെയ്യേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ പ്രോബ്ലം കിടക്കുന്നത് ഹീപ്പിലാണ്. ഹീപ്പ് എന്നത് ലോങ് ലീവിങ് മെമ്മറിയാണ്. സോ ഒബ്ജക്ട്സ്, അറേസ്, ഫങ്ഷൻസ് പോലുള്ള ഹെവി ഡാറ്റ എല്ലാം ഹീപ്പിലാണ് യൂഷ്വലി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഹീപ്പിൽ മെമ്മറി കീപ്പ് ഓൺ ആഡ് ആയിക്കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ബേസിക്കലി അവസാനം ആകുമ്പോഴേക്കും ഓവർഫ്ലോ ആവില്ല എന്നുള്ള, മെമ്മറി ഓവർഫ്ലോ ആവില്ല എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രോമിന് ഒരു ലിമിറ്റഡ് മെമ്മറി അലൊക്കേഷനെ കൊടുത്തിട്ടുള്ളൂ. സോ വളരെയധികം മെമ്മറി കൺസ്യൂം ചെയ്താൽ OS ക്രോമിനെ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രോമിനെ അത് കിൽ ചെയ്യും. പ്രാക്ടിക്കലായി ക്രോം സാധാരണ നിങ്ങളുടെ വെബ്സൈറ്റ് ടാബ് തന്നെയായിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് മെമ്മറി കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മെമ്മറി മാനുവലി മാനേജ് ചെയ്യേണ്ടതില്ല, ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ തന്നെ മാനേജ് ചെയ്തോളും. ഗാർബേജ് കളക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രോമിൽ V8 എഞ്ചിനിലാണ് നമ്മൾ പറഞ്ഞു, ക്രോമിൽ V8 എഞ്ചിനാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഗാർബേജ് കളക്ടർ ഉണ്ട്. സോ ഫയർഫോക്സ്, സഫാരി, അങ്ങനെ എല്ലാ ബ്രൗസറിലും എഞ്ചിൻ്റെയിലും അതിൻ്റേതായ ഗാർബേജ് കളക്ടർ ഉണ്ട്. ഓക്കെ, സോ ഗാർബേജ് കളക്ഷൻ്റെ ജോബ് റോൾ ഭയങ്കര സിമ്പിളാണ്. ഇടയ്ക്കിടെ ഇത് പീരിയോഡിക്കലി ഹീപ്പ് മെമ്മറി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഹീപ്പിൽ അൺയൂസ്ഡ് ആയ ഒബ്ജക്ട്സ് ഉണ്ടോ എന്ന് നോക്കും. അൺയൂസ്ഡ് എന്ന ഒബ്ജക്ട്സ് എന്നത് ബേസിക്കലി റെഫറൻസ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റെഫറൻസ് ഇല്ല എങ്കിൽ അത് ഹീപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് മെമ്മറി ഫ്രീ ആക്കി വെക്കും. ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിമിറ്റീവ് വേഴ്സസ് റെഫറൻസ് പഠിച്ച പോലെ ഒബ്ജക്ട്സ്, അറേസ്, വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ മാത്രമല്ല അഡ്രസ്സ് അല്ലെങ്കിൽ പോയിൻ്ററും കൂടിയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മളിത് എഴുതി വെച്ചിരുന്നു. ഇനി ഇവിടെ ഞാൻ തൽക്കാലം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് പേഴ്സൺ ഈക്വൽ ടു ഒബ്ജക്റ്റ് എടുത്തിട്ട് ഞാനിവിടെ നെയിം വന്നിട്ട് സച്ചിൻ എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇത് ഹീപ്പിൽ ഒബ്ജക്റ്റായി തന്നെ സ്റ്റോർ ആകും. നമ്മൾ ഈ കൊടുത്തത് പേഴ്സൺ ഒബ്ജക്റ്റ് കൊടുത്തത്, പേഴ്സൺ എന്ന വേരിയബിളിൽ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ പോയിൻ്റർ ആണ്. ഇപ്പോൾ പേഴ്സൺ വേരിയബിൾ റെഫറൻസ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം ബേസിക്കലി ഗാർബേജ് കളക്ഷൻ അതിനെ ഡിലീറ്റ് ചെയ്യില്ല. പക്ഷേ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമെന്ന് വെച്ചാൽ പേഴ്സൺ ഈക്വൽ ടു നള്ളാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ പേഴ്സണലി ഇനി ഒബ്ജക്റ്റ് അഡ്രസ്സ് ഇല്ല, ഒബ്ജക്റ്റിനെ റെഫറൻസ് ചെയ്യുന്ന മറ്റൊന്നും കോഡിലില്ലെങ്കിൽ ഗാർബേജ് കളക്ടർ ഇവൻച്വലി പറയും ഓക്കെ ഇത് ഇനി വേണ്ട, അപ്പോൾ ഹീപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് മെമ്മറി ഫ്രീ ആക്കി വെക്കുക എന്നുള്ളത്. ഇത് ഇൻസ്റ്റൻ്റായി സംഭവിക്കണമെന്നില്ല കേട്ടോ. സോ ഗാർബേജ് കളക്ടറിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് റൺ ചെയ്യാനും പറ്റില്ല, എഞ്ചിനെ സ്വന്തം ഷെഡ്യൂളിൽ നിന്നാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ മോഡേൺ ബ്രൗസേഴ്സ് സ്മാർട്ടൊക്കെയാണ് കുറച്ച്. സോ നമ്മൾ നൾ സെറ്റ് ചെയ്തിരുന്നാലും ചെയ്യേണ്ടില്ല. ആക്ച്വലി നമ്മളിപ്പോൾ നൾ സെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഇനി ഒരിടത്തും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഗാർബേജ് കളക്ടർ അത് ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്ത് ക്ലീൻ ചെയ്തോളും. സോ നമ്മളിത് മാനുവലി ഇത് കൊടുക്കണമെന്നില്ല. ഇപ്പോഴത്തെ മോഡേൺ ബ്രൗസേഴ്സിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും ഈ പേഴ്സൺസ് എവിടെ യൂസ് ചെയ്തിട്ടില്ല, ഈ ഒബ്ജക്റ്റ് എവിടെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി അതെടുത്ത് ക്ലീൻ ചെയ്തോളും, ഹീപ്പിൽ നിന്ന് എടുത്ത് ക്ലീൻ ചെയ്തോളും. സോ മെമ്മറി ലീക്സ് ഒക്കെ ഇതാണ് ആക്ച്വലി. സോ ഗാർബേജ് കളക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും സേഫ് ആണെന്ന് നിങ്ങൾ വെക്കരുത്. സോ മെമ്മറി ലീക്സ് ഉള്ള പ്രോഗ്രാംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒബ്ജക്റ്റിനെ ഇനി യൂസ് ചെയ്യുന്നില്ല, പക്ഷേ കോഡിൽ എവിടെയോ സ്റ്റിൽ റെഫറൻസ് ഉണ്ടാകും. സോ ഗാർബേജ് കളക്ടർ ഡിലീറ്റ് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ. കാരണം ഗാർബേജ് കളക്ടർ നോക്കുമ്പോൾ റെഫറൻസ് എക്സിസ്റ്റ് ആണ്. സോ അവർ വിചാരിക്കും ഇത് ആവശ്യമുള്ള ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ അറിയാവുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് എന്നൊക്കെ വിചാരിക്കും. ആ റെഫറൻസ് എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇത് ബേസിക്കലി ബഗ്ഗാണ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബഗ്ഗാണെന്ന് പറയാം. സോ നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നമ്മുടെ കേസിൽ ഒരു ഡെമോ ആപ്പ് ഉണ്ട്. സോ നമുക്ക് ഡാപ്പ് ആദ്യം നോക്കാം. സോ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് റീലോഡ് ചെയ്യാം. ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ബട്ടൺ ഉണ്ട്, ആഡ് എ ലിസണർ ടു ദി അതർ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ക്ലിക്ക് മീ ബട്ടൺ ഉണ്ട്, 2 ബട്ടൺ ഉണ്ട്. ഓക്കെ, സോ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ആഡ് എ ലിസണറും മറ്റൊരു ബട്ടൺ ക്ലിക്ക് മീ ആണ്. ഓക്കെ, ഫ്ലോ ഇതാണ്. സ്ക്രിപ്റ്റ് റൺ ആകുമ്പോൾ ആഡ് എ ലിസണറിൽ ബട്ടണിൽ ലിസണർ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് മീ ബട്ടൺ ലിസണർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ, കണ്ടോ?
പിന്നെ ക്ലിക്ക് ചെയ്താൽ എന്താ വെച്ചാൽ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. കറസ്പോണ്ടിങ്ങിലി എന്ത് മെസ്സേജ് എന്ന് വെച്ചാൽ ഇവിടെ കൺസോൾ ലോഗിൽ അത് പ്രിൻറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സോ ഞാൻ നോർമലി ബ്രൗസർ സ്മാർട്ട് ആണെന്ന് പറഞ്ഞു. സെയിം ഇവൻ്റ് തന്നെ സെയിം ഫംഗ്ഷൻ റെഫറൻസ് ആണെങ്കിൽ ബ്രൗസർ ഡ്യൂപ്ലിക്കേറ്റ് ലിസണേഴ്സിൽ ആഡ് ചെയ്ത് റീപ്ലേസ് ചെയ്യും. അതുകൊണ്ട് 100 തവണ നിങ്ങൾ ആക്സിഡൻ്റലി ലിസണർ ക്ലിക്ക് ചെയ്താലും ആഡ് ആവുന്നത് കുറയും. സോ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ കാണിക്കണമെങ്കിൽ ഇവിടെ ഞാൻ ടെസ്റ്റ് എഴുതി, ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് മീ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ 1 വന്നിട്ടുള്ളൂ. കാരണം സെയിം ഇവൻറ്റിലേക്ക് സെയിം ഫംഗ്ഷൻ റെഫറൻസ് ആണെങ്കിൽ ബ്രൗസർ ഡ്യൂപ്ലിക്കേറ്റ് ലിസണേഴ്സിനെ ആഡ് ചെയ്യാതെ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ബെറ്ററാണ്. പക്ഷേ അനോണിമസ് ഫംഗ്ഷൻ കൊണ്ട് ബ്രൗസറിനെ ട്രിക്കി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളെങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഈ അനോണിമസ് ഈ പ്രിൻറ്റ് മെസ്സേജിന് പകരം ഞാനിവിടെ ഇത് കൊടുത്തു, ഫംഗ്ഷൻ കൊടുത്തു, കോപ്പി പ്രിൻറ്റ് മെസ്സേജിന് പകരം, എന്നിട്ട് ഇതെടുത്ത് മാറ്റി. ഓക്കെ, ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇത് അനോണിമസ് ഫംഗ്ഷനാണ്. ഇവിടുത്തെ പ്രോബ്ലം ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ഒരു തവണ ആഡ് ലിസ്റ്റിന് ക്ലിക്ക് ചെയ്താലും ഓരോ ബ്രാൻഡ് ന്യൂ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. JS-ന് അത് സെയിം ഫംഗ്ഷൻ അല്ല, ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിട്ട് അത് സെയിം ഫംഗ്ഷൻ അല്ല. കോഡ് സെയിം ആണെങ്കിലും റെഫറൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് ഇതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ സച്ചിൻ എഴുതാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആഡ് ലിസണർ ഞാൻ കുറച്ച് പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്ര പ്രാവശ്യം കണ്ടോ, 9 പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. 9 പ്രാവശ്യം ഫംഗ്ഷൻ ഇവിടെ ക്ലോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് സ്ലോലി മെമ്മറിയിൽ ഫംഗ്ഷൻസ് ഒബ്ജക്ട്സ് അക്യുമുലേറ്റ് ആകാൻ കോസ് ആകും. അങ്ങനെ അൺമാനേജ്ഡ് ആയി പോയാൽ മെമ്മറി ലീക്ക് പോലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടാകും ആക്ച്വലി. സോ ഗാർബേജ് കളക്ടർ സൂപ്പർ സ്മാർട്ട് ആണ്, പക്ഷേ മാജിക് വാൻഡ് അല്ല. നമ്മൾ കോഡിൽ റെഫറൻസ് കീപ്പ് ചെയ്താൽ ജാവാസ്ക്രിപ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ അതാ ചെയ്ത് നമ്മൾ കോഡിൽ റെഫറൻസ് കീപ്പ് ചെയ്തിട്ട് അത് എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു അത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആവുന്നത്, അത് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്യില്ല ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റഡ് ആക്ഷൻസിൽ അനോണിമസ് ലിസണേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ റിമൂവ് ഇവൻ്റ് ലിസണർ അല്ലെങ്കിൽ പ്രോപ്പർ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ലേറ്റർ ഞാൻ എന്താണ് റിമൂവ് ഇവൻ്റ് ലിസണർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അനോണിമസ് ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കാം, ഇതാണ് സംഭവം എന്നുള്ളത്. സോ ഗൈസ്, ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഹീപ്പ് മെമ്മറിയിൽ ഗാർബേജ് കളക്ഷൻ മാനേജ് ചെയ്യും നമ്മൾ പറഞ്ഞു. സോ ഗാർബേജ് കളക്ടർ അൺയൂസ്ഡ് ഒബ്ജക്ട്സിനെ ഡിലീറ്റ് ചെയ്യും, അത് റെഫറൻസ് ഇല്ലെങ്കിൽ. പിന്നെ ഗാർബേജ് കളക്ടർ മാനുവലി ട്രിഗർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. മെമ്മറിയിലേക്ക് വരുന്നത് എപ്പോഴും അൺയൂസ്ഡ് ഒബ്ജക്ട്സിന് സ്റ്റിൽ റെഫറൻസ് ഉള്ളപ്പോഴാണ് മെമ്മറിയിലേക്ക് വരിക. അനോണിമസ് ഇവൻ്റ് ലിസണേഴ്സ് റിപ്പീറ്റഡ്ലി ക്രിയേറ്റ് ചെയ്താൽ ലീക്ക് റിസ്ക് വർദ്ധിക്കുകയും ചെയ്യും. സോ അത് പരമാവധി കുറയ്ക്കാം. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയി ലേറ്റർ മോഡ്യൂൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് അനോണിമസ് ഫംഗ്ഷൻസ് ഒക്കെ. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുക, ഇതാണ് ഗാർബേജ് കളക്ടർ. ഇത് ചിലവർ ചോദിക്കും ഇൻ്റർവ്യൂസിൽ, ചിലവരധികം ചോദിക്കുന്നത് കണ്ടിട്ടില്ല മോസ്റ്റ്ലി, പക്ഷെ ഇത് മനസ്സിലാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.